നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കേരള PSCയുടെ HSI നാച്ചുറൽ സയൻസിന്റെ മൊഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ HSI നാച്ചുറൽ സയൻസിന്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബ്രെയിനി ബയോളജിസ്റ്റ് എന്ന ചാനലിൽ ലഭ്യമാണ്. നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചാനലിൽ കയറി നോക്കിയിട്ട് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക. കൂടെ നമ്മൾക്ക് സ്മാർട്ട് ലേണിംഗ് എങ്ങനെയാണ്, അതായത് ഹാർഡ് വർക്ക് അല്ലാതെ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പാർട്ട് ബിയിൽ, നമുക്കറിയാം പാർട്ട് എയിൽ നമ്മുടെ ജനറൽ ടോപ്പിക്കും അതുപോലെ മെത്തഡോളജി, ടീച്ചിങ് മെത്തഡോളജി പോർഷൻസും ഒക്കെയാണ് വരുന്നത്. പാർട്ട് ബിയിലാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. അതിൽ ബോട്ടണിയും സുവോളജിയും ഉണ്ട്. അപ്പൊ അതിന് നമ്മുടെ മൊഡ്യൂള് 1 ആനിമൽ ഡൈവേഴ്സിറ്റി ആണ് സിലബസിൽ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പോർഷനാണ് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ക്ലാസിഫിക്കേഷന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കണം. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ, തരംതിരിക്കലാണ് എന്ന് അറിയാം. വർഗീകരണം എന്ന് പറഞ്ഞാൽ ജീവികളെ അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസും അനുസരിച്ചിട്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതിനാണ് വർഗീകരണം എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതില് ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് വർഗീകരണത്തിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനം നൽകിയത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഫിലോസഫറും കൂടിയായിരുന്നു. അദ്ദേഹം ഫാദർ ഓഫ് ബയോളജി എന്നും ഫാദർ ഓഫ് സുവോളജി എന്നും അറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അരിസ്റ്റോട്ടിലാണ് വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ശാസ്ത്രീയമായ അടിത്തറ നൽകിയത്. അദ്ദേഹം ബാഹ്യഘടന അനുസരിച്ച് സസ്യങ്ങളെ ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. ഓഷധികൾ അഥവാ ഹെർബ്സ്, കുറ്റിച്ചെടികൾ അഥവാ ഷ്രബ്സ്, മരങ്ങൾ അഥവാ ട്രീസ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് സസ്യങ്ങളെ, പ്ലാന്റ്സിനെ അദ്ദേഹം ഡിവൈഡ് ചെയ്തു. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സസ്യങ്ങളെ ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചത്. ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ എന്നും ചുവന്ന രക്തമില്ലാത്തവ എന്നും 2ആയിട്ട് തിരിച്ചു. അപ്പോൾ സസ്യങ്ങളെ 3ആയിട്ട് ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ തിരിച്ചു. ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ എന്നും ചുവന്ന രക്തമില്ലാത്തവ എന്നും 2ആയി തിരിച്ചു. അങ്ങനെ വർഗീകരണത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകിയത് അരിസ്റ്റോട്ടിലാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് 2 കിങ്ഡം വർഗീകരണം. 1758 ഇത് പ്രപ്പോസ് ചെയ്തത് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് എല്ലാ സസ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിങ്ഡം പ്ലാന്റ് എന്നും എല്ലാ ജന്തുക്കളെ ഉൾപ്പെടുത്തി കിങ്ഡം ആനിമാലിയ എന്നും 2 കിങ്ഡംസ് ആയിട്ട് വർഗീകരണം നടത്തി. അപ്പൊ മുൻപ് തന്നെ പ്ലാന്റ്സ് എന്നോ അനിമൽസ് എന്നോ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനെ 2 വ്യത്യസ്തമായ കിങ്ഡംസ് ആയിട്ട്, കിങ്ഡം എന്നൊരു ടാക്സയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാൾ ലിനേയസ് ആണ്. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി, വളരെ എളുപ്പമായിരുന്നു. മനസ്സിലാക്കാനായിട്ടാണെങ്കിലും വർഗീകരിക്കാനായിട്ടാണെങ്കിലും നല്ല എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കാലം ഇത് ഉപയോഗിച്ചു വന്നു. പക്ഷെ പിന്നീട് ഒരുപാട് ജീവികളെ പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെടുകയും അതിൽ ഈ 2 വിഭാഗത്തിലും, അതായത് പ്ലാന്റിലും അനിമലിയിലും ഉൾപ്പെടാത്ത രീതിയിൽ പലതരം ജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഈ 2 വിഭാഗത്തിൽ ഉൾപ്പെടാതെ ധാരാളം ജീവികൾ നിന്നു. അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ പുരോഗമനം അനുസരിച്ച് ജീവികളുടെ മോർഫോളജി മാത്രമല്ല, സെൽ സ്ട്രക്ചർ, വോളിന്റെ പ്രത്യേകത, അതായത് കോശഘടനയും കോശഭിത്തിയുടെ പ്രത്യേകതയും ആവാസ വ്യവസ്ഥയും പ്രത്യുൽപാദന രീതി, പോഷണ രീതി, പരിണാമ ബന്ധങ്ങൾ, അതായത് റീപ്രൊഡക്ഷനും
ന്യൂട്രീഷനും അതുപോലെ തന്നെ എവല്യൂഷനും ഒക്കെ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ജീവികളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി, അതായത് ഏതൊക്കെയാണ്? സെൽ സ്ട്രക്ചർ, കോശഘടന, കോശഭിത്തിയുടെ പ്രകൃതം, അതുപോലെ ആവാസ വ്യവസ്ഥ, പ്രത്യുൽപാദന രീതി, പോഷണ രീതി, പരിണാമ ബന്ധങ്ങൾ മുതലായവ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യകതയും ഉണ്ടായി വന്നു. അതുകൊണ്ട് തന്നെ വളരെ കാലം ഉപയോഗിക്കപ്പെട്ട ഒരു വർഗീകരണ രീതിയാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എങ്കിൽ പോലും അതും ഉപേക്ഷിക്കേണ്ടി വന്നു. അടുത്തതാണ് 3 കിങ്ഡം വർഗീകരണം, അതായത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 1862 1862 ഇത് ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പോസ് ചെയ്തത്. ഏണസ്റ്റ് ഹേക്കല് പ്ലാന്റേയും അനിമാലിയും കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കിങ്ഡവും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡവും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം സസ്യങ്ങള്, ജന്തുക്കള്, ഫംഗൈ, ബാക്ടീരിയകൾ, വൈറസുകൾ എന്നിവയെ ഒഴികെ ബാക്കി എല്ലാ ജീവികളെയും പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി. പക്ഷെ പിന്നീട് ജീവികളുടെ അൾട്രാ സ്ട്രക്ചർ, ജീവിത രീതി, ലൈഫ് സൈക്കിൾ അതായത് ജീവിത ചക്രം, എവല്യൂഷൻ മുതലായവയിലെ വൈവിധ്യം കാരണം, വളരെ വിപുലമായിട്ടുള്ള വൈവിധ്യം കാരണം ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും മതിയാകാതെ വന്നു. അതുകൊണ്ട് 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീട് വന്നതാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 1938 ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹെർബർട്ട് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ഉൾപ്പെടുത്തിയ 4 കിങ്ഡംസ് ആണ് കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ. അതായത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്ന പ്രോട്ടിസ്റ്റെ, പ്ലാന്റ്, അനിമാലിയുടെ കൂടെ മൊനീറ എന്ന് പറയുന്ന അഡീഷണൽ ഒരു കിങ്ഡം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ബാക്ടീരിയകളും സയനോ ബാക്ടീരിയകളുമാണ് ഉൾപ്പെടുത്തപ്പെട്ടത്. കിങ്ഡം മൊനീറയിൽ ബാക്ടീരിയകളെയും സയനോ ബാക്ടീരിയകളെയും ഉൾപ്പെടുത്തി. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏകകോശ യുക്കാരിയോട്ടുകൾ അതായത് യൂണിസെല്ലുലാർ യുക്കാരിയോട്ടുകളെ ഉൾപ്പെടുത്തി. കിങ്ഡം പ്ലാന്റയിൽ സസ്യങ്ങളെയും അതായത് ഫോട്ടോട്രോപിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യുക്കാരിയോട്ടുകളെ ഉൾപ്പെടുത്തി. അനിമാലിയയിൽ ഹെറ്ററോട്രോപിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ യുക്കാരിയോട്ടുകളെ ഉൾപ്പെടുത്തി. മൊനീറയിൽ പ്രൊക്കാരിയോട്സിനെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഏതൊക്കെയാണ് 4 കിങ്ഡംസ്? കിങ്ഡം മൊനീറ, അതിൽ പ്രൊക്കാരിയോട്സ് ആയിട്ടുള്ള ബാക്ടീരിയകളും സൈനോ ബാക്ടീരിയകളും. കിങ്ഡം പ്രോട്ടിസ്റ്റയില് യൂണിസെല്ലുലാർ യുക്കാരിയോട്ടുകളും. കിങ്ഡം പ്ലാന്റയില് ഓട്ടോട്രോഫിക് മൾട്ടിസെല്ലുലാർ യുക്കാരിയോട്ടുകളും. കിങ്ഡം അനിമാലിയയില് ഹെറ്ററോട്രോപിക് മൾട്ടിസെല്ലുലാർ യുക്കാരിയോട്ടുകളുമാണ് ഉൾപ്പെട്ടത്. അങ്ങനെ 4 കിങ്ഡംസ് ആണ് ഹെർബർട്ട് കോപ്ലാൻഡ് പോസ് ചെയ്തത്. പക്ഷേ ഇതില് ഫംഗയെ പ്ലാന്റയിൽ ഉൾപ്പെടുത്തി. അതിനാൽ ഈ 4 കിങ്ഡം വർഗീകരണവും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫംഗയിനെ പ്ലാന്റയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട്, ഫംഗൈ എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാന്റ് ഓട്ടോട്രോപിക് ആണ്. ഫംഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോട്രോപിക് അല്ല, പക്ഷെ അതിനെ എന്തിൽ ഉൾപ്പെടുത്തി? പ്ലാന്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോസിന്തറ്റിക് അല്ലല്ലോ ഫംഗൈ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കൂടെ ഫംഗൈനെ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കപ്പെട്ടു. അതുകൊണ്ട് 4 കിങ്ഡം വർഗീകരണവും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് വന്നതാണ് ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തത്. അവിടെ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ദെൻ കിങ്ഡം പ്ലാന്റ്, അനിമാലിയ കൂടാണ്ട് അഡീഷണൽ ആയിട്ട് ഫംഗസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കിങ്ഡം ഫഞ്ചൈ എന്നും 5ാമത്തെ ഒരു കിങ്ഡം കൂടി വന്നു. അതായത് ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ. അങ്ങനെ 5 കിങ്ഡംസ് ആണ് ആർ.എച്ച്. വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം വർഗീകരണത്തിന് ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ ഏതൊക്കെയായിരുന്നു? ശരീരഘടന, കോശഘടന, പോഷണ രീതി, പ്രത്യുൽപാദനം, പരിണാമ ബന്ധങ്ങൾ. അതായത് സെല്ലിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, എവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളും കൂടി അദ്ദേഹത്തിന്റെ വർഗീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ഇനി ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിലെ മെറിറ്റ്സ് അല്ലെങ്കിൽ അതിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോശഘടനയുടെയും ശരീരത്തിന്റെ ഓർഗനൈസേഷന്റെയും സങ്കീർണതയെ അടിസ്ഥാനമാക്കി, അതായത് സെൽ സ്ട്രക്ചറിന്റെയും ബോഡി ഓർഗനൈസേഷന്റെയും കോംപ്ലക്സിറ്റിയെ അദ്ദേഹം ഈ വർഗീകരണത്തിന് അടിസ്ഥാന മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചു. പിന്നീട് ഏകകോശ ബഹുകോശ ജീവികളെ, അതായത് യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും
ജീവികളെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഏത് ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷനകത്ത്. അപ്പൊ ഏകകോശ ബഹുകോശ ജീവികളെ ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷനിൽ വേർതിരിക്കുന്നു. പിന്നെയുള്ളത് വ്യത്യസ്ത പോഷകാഹാര രീതികളെ അടിസ്ഥാനമാക്കി, അതായത് ന്യൂട്രീഷണൽ ആയിട്ടുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി സസ്യങ്ങളിൽ നിന്ന് ഫംഗസിനെ വേർതിരിച്ചു. ജീവികളുടെ ഫൈലോജനിയെ, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. ഇവയാണ് ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷന്റെ നേട്ടങ്ങൾ അഥവാ സവിശേഷതകൾ. ഇനി ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷനും ചില പോരായ്മകളുണ്ട്. അതിൽ വരുന്ന പോരായ്മകളാണ് വൈറസുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈറസുകൾ എന്ന് പറയുന്നത് പരാന്നഭോജികളാണ്, അല്ലെ, പാരസൈറ്റ്സ് ആണ്. അവയെ ജീവനില്ലാത്തവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ജീവനില്ലാത്ത ആയിട്ട് കണക്കാക്കപ്പെട്ടത് കൊണ്ട് വൈറസുകളെ ഈ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, വൈറസുകൾക്ക് ഒരു ഹോസ്റ്റിന്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മാത്രമാണ് അവരുടെ ലൈഫിന്റെ ഒരു പ്രത്യേകതകളൊക്കെ കാണിക്കത്തുള്ളൂ. അല്ലാത്ത സമയം അവർ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരെ ജീവനുള്ളവയായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ സമാനമായ ജീവികളെ വേർതിരിച്ചിരിക്കുന്നു. അതായത് സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കിങ്ഡത്തിൽ സ്ഥാപിച്ചു. എക്സാമ്പിള് ഏകകോശ ആൽഗകൾ, അതായത് യൂണിസെല്ലാർ ആൽഗേസിനെ പ്രോട്ടിസ്റ്റയിലും മൾട്ടിസെല്ലാർ ആൽഗകളെ പ്ലാന്റയിലും സ്ഥാപിച്ചു. അടുത്ത വരുന്നൊരു ഡ്രോബാക്ക് ആണ് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ ഒന്നിച്ച് തരംതിരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സിമിലർ ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ളവരെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ ഒന്നിച്ച് തരംതിരിച്ചിട്ടുമുണ്ട്. ആർക്കിബാക്ടീരിയയും മൈക്രോപ്ലാസ്മയിലെയും മൊനീറയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ശരീരശാസ്ത്രത്തിലും ഘടനയിലും വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. എന്നിട്ടും അവയെ മൊനീറയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കാം. പിന്നെയുള്ളതാണ് സിംബയോട്ടിക് അസോസിയേഷനുകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അതായത് ഫംഗസ്, ഫോർ എക്സാമ്പിള് ആൽഗകളും ഫംഗസുകളും കൂടി ചേർന്നിട്ടുള്ള സിംബയോസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ലൈക്കണുകൾ പോലുള്ള ജീവികളെ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി വരുന്ന ഒരു ഡ്രോബാക്ക് ആണ് പ്രോട്ടിസ്റ്റയുടെ കീഴിലുള്ള സ്ലൈം മോൾഡ് മറ്റ് പ്രോട്ടിസ്റ്റകളിൽ നിന്ന് കാര്യമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരെ ഒന്നിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഫൈക്കിൻഡർ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ മെറിറ്റ്സും അതിന്റെ പ്രൊപ്പോസ് ചെയ്തേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നും ഏതൊക്കെ കിങ്ഡംസ് ആണെന്നും അതിൽ ഏതൊക്കെ ജീവികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നമുക്കറിയാം പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടിയും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും ഈ ഒരു ഭാഗത്ത് നിന്ന്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ നമുക്കറിയാലോ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഫൈക്കിൻഡർ ക്ലാസിഫിക്കേഷൻ കൂടാതെ മറ്റുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും കൂടി പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതായതുകൊണ്ട്, നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തുന്നേ ഉള്ളൂ. ഇനി വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരും വീഡിയോകളിൽ നമുക്ക് വിപുലമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ട് സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.